Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ ആഷിഖ് ജോയ്. So as usual, let us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in caelo et in terra. Panem nostrum quotidianum te nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris. Et ne nos inducas in tentationem, sed libera nos a malo. Amen. So, ഗരബന്താൾ വാർണിങ്ങിനെ പറ്റി, ഗരബന്താൾ മുന്നറിയിപ്പിനെ പറ്റിയിട്ട് നമ്മൾ 4 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇത് ഗരബന്താൾ മിറാക്കിളിനെ കുറിച്ചാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഗരബന്താൾ വാർണിംഗ്, അതായത് ഗരബന്താൾ മുന്നറിയിപ്പ്. ഗരബന്താൾ മിറാക്കിൾ, അതായത് ഗരബന്താൾ അത്ഭുതം. ഈ ഗരബന്താൾ വാർണിംഗ് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിലാണ് ഗരബന്താൾ മിറാക്കിൾ നടക്കാൻ പോകുന്നത്. സോ ഈ പറയുന്ന 4 ദർശകർക്ക്, കൊഞ്ചിത അടക്കമുള്ള 4 ദർശകർക്ക് വാണിങ്ങിനെ പറ്റി പറയുന്ന അതേ അവസരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ തന്നെയാണ് മാതാവ് ഗരബന്താൾ മിറാക്കിളിനെ കുറിച്ച് പറയുന്നത്. ഗരബന്താൾ വാർണിംഗ് ലോകം മുഴുവനുമുള്ള എല്ലാ നാനാജാതി മതസ്ഥരടക്കം കാണുന്ന ഒരു സംഭവമാണെങ്കിൽ, ഗരബന്താൾ മിറാക്കിൾ എന്നുള്ളത് ഈ ഗരബന്താളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗരബന്താൾ മിറാക്കിൾ നടക്കാൻ പോകുന്ന ഡേറ്റ് കൊഞ്ചിതയ്ക്ക് അറിയാം. ഈ ഗരബന്താൾ മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നതിന് 8 ദിവസം മുൻപ് കൊഞ്ചിത ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ TV വഴി എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗരബന്താൾ മുന്നറിയിപ്പ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തിനുള്ളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗരബന്താൾ മുന്നറിയിപ്പ് മാർച്ച് മാസമാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. പിന്നീട് അടുത്ത വർഷം മാർച്ചിനുള്ളിൽ ഗരബന്താൾ മുന്നറിയിപ്പ് സംഭവിക്കും എന്നല്ല. ഗരബന്താൾ വാർണിംഗ് നടന്നിട്ടുള്ള അതേ വർഷം തന്നെ ഗരബന്താൾ മിറാക്കിൾ സംഭവിക്കുമെന്നാണ് കൊഞ്ചിത പറഞ്ഞിട്ടുള്ളത്. അത് സംഭവിക്കാൻ പോകുന്ന മാസങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏത് മാസമാണ് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും മാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ ഓർ മെയ്. ഈ 3 മാസത്തിൽ 8-ാം തീയതിക്കും 16-ാം തീയതിക്കും ഇടയിൽ ഒരു വ്യാഴാഴ്ച ദിവസമായിരിക്കും ഇത് സംഭവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ മിറാക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 10 മുതൽ 11 മിനിറ്റ്, ഏകദേശം 11 മിനിറ്റോളം നേരം ഒരു അത്ഭുതം, ഒരു മിറാക്കിൾ ഈ ഗരബന്താളിൽ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരത്ഭുതം. അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അവർ. ഒരു അത്ഭുതം നടക്കും. ഈ അത്ഭുതം നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ പൈൻ മരങ്ങളുടെ നടുവിൽ, അതായത് ഗരബന്താളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കുറച്ച് പൈൻ മരങ്ങളുണ്ട്. ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ യുഗാന്ത്യം വരെ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ യുഗാന്ത്യം വരെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വിസിബിൾ സൈൻ, പ്രത്യക്ഷമായൊരു അടയാളവും ഈ പൈൻ മരങ്ങളുടെ നടുവിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് മാതാവ് പറഞ്ഞത്. അതായത് ഈ ഗരബന്താൾ പൈൻ മരങ്ങളുടെ നടുവിൽ ഈ ഗരബന്താൾ അത്ഭുതത്തിന് ശേഷം ഒരു വിസിബിൾ സൈന് പ്രത്യക്ഷപ്പെടും എന്നാണ് മാതാവ് പറഞ്ഞിരിക്കുന്നത്. ഈ വിസിബിൾ സൈനിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പിന്നീട് കാണും, എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ സ്പാനിഷ് സമയം മാർച്ച് മാസത്തിനും മെയ് മാസത്തിനും ഇടയിൽ, സ്പാനിഷ് സമയം രാത്രി 8:30-ക്ക് ഒരു വ്യാഴാഴ്ച ദിവസം 11 മിനിറ്റോളം നേരം ഈ ഒരു സംഭവം നടക്കും. ഈ ഒരു മിറാക്കിൾ സംഭവിക്കും. അപ്പോൾ ഈ മിറാക്കിൾ സംഭവിക്കുന്ന സമയത്ത് അതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വാർണിംഗ് നടന്നു കഴിഞ്ഞു. അപ്പോൾ വാർണിങ്ങിന് സമയത്ത് വിശദീകരിക്കപ്പെട്ട് കൃപ നിറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും ഈ മിറാക്കിൾ കാണാൻ വരുന്നത്. ഈ മിറാക്കിൾ സംഭവിക്കുന്ന സമയത്ത്, ഈ അത്ഭുതം സംഭവിക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതരാവുന്ന എല്ലാ രോഗികൾക്കും സൗഖ്യം ലഭിക്കുമെന്നാണ് മാതാവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊഞ്ചിത ഈ സംഭവം നടക്കുന്നതിന് 8 ദിവസം മുൻപ് കൊഞ്ചിത TV-യിലൂടെ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അവരറിയിക്കും. സോ കൊഞ്ചിത ഇങ്ങനെയാണ് പറഞ്ഞത്: "At midnight, I will let you know the television and all the people around the world who feel able to help spread the word quickly.
ഒരു അർദ്ധരാത്രി ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ലോകത്തെ അറിയിക്കും എന്നാണ് കൊഞ്ചിത പറഞ്ഞിരിക്കുന്നത്. ഈ അത്ഭുതം നടന്നു കഴിഞ്ഞതിന് ശേഷം ഈ പൈൻ മരങ്ങളുടെ നടുവിൽ വരാൻ പോകുന്ന ഈ വിസിബിൾ സൈന് അത് തൊട്ട് അനുഭവിക്കാൻ സാധിക്കില്ല. അത് ഏകദേശം ഒരു പുകയോട് സാമ്യമുള്ളതായിരിക്കും. പക്ഷേ ലോകത്തിലുള്ള എല്ലാവർക്കും വന്ന് അത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സാധിക്കും. വരാൻ സാധിക്കാത്തവർക്ക് ലൈവായിട്ട് ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ കൊഞ്ചിത ഇത് 8 ദിവസം മുൻപ് പറയുന്നത് വരാൻ പറ്റുന്ന പരമാവധി ആൾക്കാർക്ക് അവിടെ ചെന്ന് നേരിട്ടത് കാണാൻ സാധിക്കുന്ന വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഗർഭന്താൾ വാർണിംഗ് കഴിഞ്ഞ് 12 മാസത്തിനുള്ളിൽ ഗർഭന്താൾ മിറാക്കിൾ സംഭവിക്കും. കൊഞ്ചിത പറയുന്നത് ഈ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് മാതാവിൻ്റെ തിരുനാൾ ദിവസത്തിൽ ആയിരിക്കുകയില്ല. മാത്രമല്ല ഇത് സഭയിൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യം നടക്കുന്ന ആ ദിവസമായിരിക്കും ഈ മിറാക്കിൾ സംഭവിക്കുക എന്നും കൊഞ്ചിത പറഞ്ഞിട്ടുണ്ട്. അതായത് സഭയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, വളരെ റെയറായിട്ടേ സംഭവിക്കുകയുള്ളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാവർക്കും സന്തോഷം നൽകുന്നതുമായ ഒരു കാര്യമായിരിക്കും. ഇറ്റ് വിൽ ബി ദി ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് മേഡ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം സംഭവിക്കുന്ന മറ്റൊരു മഹാത്ഭുതമായിരിക്കും ഇത്. ദി മിറാക്കിൾ വിൽ ബി വിസിബിൾ ഇൻ ദ വില്ലേജ് ഓഫ് ഗരബന്താൾ ആൻഡ് ഇൻ സറൗണ്ടിങ് മൗണ്ടെയ്ൻസ്. ഇത് ഗരബന്താൾ ഗ്രാമത്തിലും കാണാൻ സാധിക്കും. അതിന് ചുറ്റുവട്ടത്തുള്ള മലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി ഫോട്ടോഗ്രാഫ്ഡ് ആൻഡ് ഫിലിംഡ്. ഈ വിസിബിൾ സൈന് മിറാക്കിളിന് ശേഷം ഉടനെ സംഭവിക്കാൻ പോകുന്ന വിസിബിൾ സൈന്, പ്രത്യക്ഷമായ അടയാളം, ആളുകൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സാധിക്കും. ആഫ്റ്റർ ദ മിറാക്കിൾ ദർ വിൽ ബി മിറാക്കുലസ് സൈൻ ഇൻ ദ പൈൻസ് ദാറ്റ് cannot be touched but which can be filmed, photographed. The sick who are present will be healed and unbelievers will believe. അവിടെ വരുന്ന രോഗികളായിട്ടുള്ള എല്ലാവർക്കും സൗഖ്യം ലഭിക്കും. മാത്രമല്ല ഏതൊരു അവിശ്വാസിയും അത് വിശ്വസിക്കും. ഈ സൈൻ കണ്ടു കഴിഞ്ഞാൽ, ഈ അടയാളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല, ഇത് ദൈവത്തിൽ നിന്നല്ല എന്നാർക്കും പറയാൻ സാധിക്കില്ല. അതും യുഗാന്ത്യം വരെ ഈ സൈൻ ഈ സ്പെയിനിലെ ഗർബന്താൾ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് പൈൻ മരങ്ങളുടെ ഇടയിൽ അത് അവിടെ തന്നെ കിടപ്പുണ്ടാവും. അതാർക്കും നശിപ്പിക്കാനും സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് ദ പോപ്പ് വിൽ സീ മിറാക്കിൾ വേറെവർ ഹി മേ ബി. പക്ഷെ മാർപ്പാപ്പ എവിടെയായിരിക്കുന്നുവോ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇത് കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡേ ആഫ്റ്റർ ദ മിറാക്കിൾ ദ ബോഡി ഓഫ് the late Father Louis will be unearthed and his body will be found incorrupt. ഈ മിറാക്കിൾ സംഭവിച്ചു കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, ദ ഡേ ആഫ്റ്റർ ദ മിറാക്കിൾ, ഫാദർ ലൂയിസ് എന്ന് പറയുന്നൊരു വൈദികൻ, അവിടെയുള്ളൊരു വൈദികനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബോഡി അഴുകാത്ത നിലയിൽ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗരബന്താൾ മിറാക്കിളിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ. എന്താണ് ഗരബന്താൾ മിറാക്കിൾ എന്നതിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്ട്രക്ചർ? സോ ഗരബന്താൾ മിറാക്കിൾ ഭാഗം 2 വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചെടുക്കാം. ദിവാ ക്രിസ്തോവേ.